മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇനി പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. അല്ല, അത് പോലീസ് ആക്ഷൻ അനുസരിച്ച് നടപടി പാർട്ടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. കൂടുതൽ നടപടി വേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ലേ നിലവിലെ? അല്ല, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളല്ല ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കേണ്ട സർക്കാരാണ്. ഏതായാലും ഇന്ന് ഒരു കാര്യത്തിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒരു അതിജീവിതയെ കാണാൻ മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായത് നല്ല കാര്യമാണ്. കാരണം മുമ്പ് ഒരു അതിജീവിതമാരെയും കാണുന്നൊരു ഏർപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇലക്ഷൻ എടുത്തപ്പോൾ അതിജീവിതമാരോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നിയതിൽ സന്തോഷം. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അതിജീവിതമാരോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ, അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തുന്നോ ആ രീതിയിൽ കോൺഗ്രസും നിലപാടുകൾ കടുപ്പിക്കും, ഇല്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. KPCC അധ്യക്ഷന് പിന്നാലെ കെ മുരളീധരനും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കെ മുരളീധരനൊക്കെ സ്വീകരിച്ച നിലപാട്, VD സതീഷിന്റേതുപോലെയുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ ദീപാദാസ് മുൻഷി സംസാരിക്കുന്നു.